കൂടെ നല്ല കിടിലമായിട്ട് ചേർന്ന് പോകും ഈ വെള്ളമുട്ട കുറുമ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. ഈ ഒരു മുട്ടക്കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലൊരു നോൺ സ്റ്റിക്ക് കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും 2 ചെറിയ കഷ്ണം പട്ട, 1 ബേ ലീഫ്, അതുപോലെ തന്നെ 2 ഏലക്ക, പിന്നെ 2 ഗ്രാമ്പു. നിങ്ങളുടെ കയ്യിൽ തക്കോലം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ ഒരു മസാലയൊക്കെ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് മൂത്ത് മൊരിഞ്ഞ മണം വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞിട്ട് മുറിച്ചതും, ഒരു 1/4 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയുടെ ഒരുപാട് ഫ്ലേവർ വേണ്ട, അതിങ്ങനെ നമ്മൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, പിന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവോളയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൊരിയിച്ചെടുക്കണം. ഭയങ്കരമായിട്ട് കളർ വ്യത്യാസം വരാൻ പാടില്ല. ഒരു കണ്ണാടി പരുവം, ആ ഒരു പരുവാണ്. ഇനി നല്ല എരിവുള്ള പച്ചമുളക് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് കീറിയിടുകയോ അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഒടിച്ചിടുകയോ ഒക്കെ ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ ഒരു 10-12 കശുവണ്ടി പരിപ്പും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുവാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മുട്ട കുറുമയ്ക്ക്. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ നല്ല സൂപ്പറായിട്ട് ചേർന്ന് പോകും. നല്ല ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ആ ഒരു ഫ്രഷ് മസാല നമ്മൾ ചേർക്കുന്നതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ തക്കാളി ഒന്നും ചേർക്കരുത്, കാരണം അങ്ങനെ നമ്മൾ ചേർക്കുമ്പം കറിക്ക് വേറൊരു കളർ വ്യത്യാസം വരും, അതുകൊണ്ടാണ്. ഇനി ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കണം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബെല്ലൈക്കണും സബ്സ്ക്രൈബ് ബട്ടണും ഒക്കെ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്കും ഞാനൊരു പ്ലേറ്റിലേക്ക് പകർന്ന് വെച്ചു തണുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് കുറച്ച് തേങ്ങയും കൂടി ചേർന്ന്, ഒരു 1/4 കപ്പ് തേങ്ങ, നല്ല വെളുത്ത തേങ്ങ, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കണം. ഒരുപാട് തേങ്ങ വേണമെന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കസ്കസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം, നല്ലതാണ്, കുറച്ചും കൂടെ കൊഴുപ്പ് കിട്ടും. ഇനി നമ്മൾ ആ ഒരു കടായിലേക്ക് നമ്മൾ അരച്ച് വെച്ച കൂട്ടും, ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും, പിന്നെ ഉപ്പ് എന്തായാലും കുറഞ്ഞിരിക്കും, നമ്മൾ ഈ ഒരു അരപ്പും കൂടെ ചേർത്തതുകൊണ്ട് കുറച്ച് ഉപ്പും, പിന്നെ വളരെ കുറച്ച് ഒരു 2 നുള്ള് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഫ്ലേവർ വേണ്ട കുരുമുളകിൻ്റെ. ഇനി 2 പച്ചമുളക് എടുത്തിട്ട് അതും കൂടി നീളത്തിൽ ഇതുപോലെ അങ്ങ് കീറിയിട്ട് കൊടുക്കണം. ഇനി ഈ കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി വരണേ. ഇതിലിപ്പം പച്ച മണമൊന്നും പോകാനില്ല, കാരണം നമ്മൾ വഴറ്റിയാണ് ചേർത്തേക്കുന്നത്. ഇതുപോലൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മൾ മുട്ട കീറിയിട്ട് അത് ചേർത്ത് കൊടുക്കാം. മുഴുവനെ വേണമെങ്കിൽ അത് വരഞ്ഞിട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. അത് നെടുകെ ഒന്ന് കീറിയതിന് ശേഷം അതിട്ട് കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് നമ്മുടെ ആ ഗ്രേവി ഉണ്ടല്ലോ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കണേ. മുട്ട ഇട്ടതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാടിട്ട് തവി കൊണ്ട് ഇളക്കണമെന്നുണ്ടെങ്കിൽ അതങ്ങ് പൊടിഞ്ഞു പോകും, ആ ഒരു മഞ്ഞയൊക്കെ അങ്ങ് പൊടിഞ്ഞു പോകുകയും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പാത്രം ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ. ഇനി ഏറ്റവും ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും, പിന്നെ നല്ലതായിട്ട് തിരുമിയ കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പിലയും, പിന്നെ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷേ മല്ലിയിലയും കൂടെ ചേർക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഒന്നും കൂടി നമ്മൾ തവി കൊണ്ട് കുത്തിപ്പൊടിച്ച് ഇളക്കാതെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് അടച്ച് വെക്കണേ. അതിൻ്റെ ആ ഒരു ഫ്ലേവറും ആ ഒരു മണവും ഒന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പെട്ടെന്ന് അടച്ച് വെക്കുന്നത്. തണുത്ത് കഴിയുമ്പം എന്തായാലും ഇതൊരു ഇച്ചിരിയും കൂടി കുറുകി വരും, കാരണം ആ ഒരു കശുവണ്ടിപ്പരിപ്പും തേങ്ങയൊക്കെ ആണല്ലോ. നമ്മളിന്നിപ്പം ചപ്പാത്തിയുടെ കൂടാണ് കേട്ടോ കഴിക്കുന്നത്. ഈ ഒരു ഗ്രേവിക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടണേ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.